നിങ്ങളേവരും കാത്തിരിക്കുന്ന നമ്മുടെ ഈ ഒരു ഔപചാരികമായ ചടങ്ങ് നമ്മൾ ഇവിടെ ആരംഭിക്കാൻ പോകുന്നു. ആദ്യം സ്വാഗത പ്രസംഗമാണ്. സ്വാഗത പ്രസംഗത്തിനായി ശ്രീ രാജ്മോഹൻ മാംബ്ര, സംസ്ഥാന വൈസ് പ്രസിഡന്റ് COA, അദ്ദേഹത്തെ ഒരുപാട് സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സർ. എല്ലാവർക്കും നമസ്കാരം. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള കേരളത്തിൻ്റെ ആദരണീയനായിട്ടുള്ള വൈദ്യുത വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അവർ, ഈ ചടങ്ങിൻ്റെ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനിയായിട്ടുള്ള MLA ശ്രീ K ബാബു അവർ, സദസ്സിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, കുടുംബശ്രീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേബിൾ ടി ഓപ്പറേറ്റർമാരെ, ഏറെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ പാലക്കാട് ജില്ലയിൽ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. കേരള വിഷൻ സംബന്ധിച്ച് ഈ മൈക്രോ എൻ്റർപ്രൈസസ് അവാർഡ് പാലക്കാട് ജില്ല 7ാമത്തെ അവാർഡാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. കേരള വിഷയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, കുടുംബശ്രീയോട് താരതമ്യം ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കേരളത്തിലെ വിവിധ ജില്ലകളിലായിട്ട് ചിതറിക്കിടക്കുന്ന 50 ലക്ഷത്തോളം വരുന്ന വനിതാ സഹോദരന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് മാതൃകയായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ട് 90കളിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് കുടുംബശ്രീ പ്രസ്ഥാനം. ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന വലിയ മൂലധന ശക്തികളെയും കോർപ്പറേറ്റുകളെയും മറികടന്നുകൊണ്ട് ഈ കുടുംബശ്രീ യൂണിറ്റുകൾ ഉണ്ടാക്കിയ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഈ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരുപാട് നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കേരള വിഷൻ. നമുക്കറിയാം, കേരള വിഷൻ്റെ മാതൃസംഘടനയായിട്ടുള്ള കേബിൾ ടി ഓപ്പറേറ്റർ അസോസിയേഷൻ എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിലെ ചിതറിക്കിടക്കുന്ന 4000-ഓളം വരുന്ന പ്രാദേശിക കേബിൾ ടി ഓപ്പറേറ്റർമാരെ സ്വരുക്കൂട്ടിക്കൊണ്ട് കേരള വിഷൻ എന്നൊരു പ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്ത് അത് ഇന്ന് ഈ സംസ്ഥാനത്തെ ഒന്നാമത്തെ കേബിൾ ടി വി രംഗത്തെ ഒന്നാമത്തെ കമ്പനിയായിട്ടും ഈ രാജ്യത്തെ 5ാമത് കമ്പനിയായിട്ടും മാറിയിട്ടുണ്ട്. ഈ രണ്ട് പ്രസ്ഥാനങ്ങളും ഇന്ന് ഈ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ 1000 കോടി രൂപയുടെ ടേൺ ഓവറുള്ള കമ്പനിയായിട്ട് മാറിക്കഴിഞ്ഞു. ചെറുകിട കേബിൾ ടി വി രംഗത്ത് ചിതറിക്കിടന്നിരുന്ന നിരവധി ഓപ്പറേറ്റർമാരെ സ്വരുക്കൂട്ടിക്കൊണ്ട് ഒരു ബ്രാൻഡ് ഇക്വിറ്റി ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് ഞങ്ങളുടെ വിജയരഹസ്യം. ഇതുപോലെ തന്നെയാണ് കേരളത്തിലെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് സർക്കാരിൻ്റെ കൂടി പിന്തുണയോടുകൂടി ഈ കുടുംബശ്രീ യൂണിറ്റുകളുടെ കൂട്ടായ്മ നിങ്ങൾ ഇവിടെ രൂപീകരിച്ചത്. ഇത് ഈ രാജ്യത്തിന് തന്നെ മാതൃകയാണ്. അത്തരം കുടുംബങ്ങളിലെ സഹോദരിമാരെ അവരുടെ സർഗവാസനകൾ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി കേരള വിഷൻ ന്യൂസ് മുന്നോട്ട് വന്നിട്ടുള്ള ഈ സാഹചര്യത്തിൽ ഇനിയും നിങ്ങളുടെ കൂട്ടായ്മ അല്ലെങ്കിൽ അതിൻ്റെ കരുത്ത് ഈ നാടിന് ഒരുപാട് ഗുണകരമാവുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത്. ഈ ചടങ്ങിൽ നിരവധി ആളുകൾ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കേരള വിഷൻ എന്ന പ്രസ്ഥാനം ഈ രാജ്യത്തിന് ഒരുപാട് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇൻ്റർനെറ്റ് രംഗത്ത് നമുക്കറിയാം ഏറ്റവും
അനിവാര്യമായിട്ടുള്ള ഇൻ്റർനെറ്റ് രംഗത്ത് ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള നിരക്കിലും അതുപോലെ തന്നെ ഏറ്റവും വേഗത്തിലും ഏറ്റവും മികച്ച സേവനം നൽകുന്ന കേരള വിഷൻ തീർച്ചയായിട്ടും ഈ രാജ്യത്ത് എല്ലായിടത്തും പടർന്ന് പന്തലിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിന് ഈ കുടുംബശ്രീ യൂണിറ്റുകളുടെ കൂടി പിന്തുണ ഉണ്ടാകുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായിട്ടുള്ള കേരളത്തിൻ്റെ വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കൃഷ്ണൻകുട്ടി അവർകളാണ്. അദ്ദേഹത്തെ കേരള വിഷന് വേണ്ടിയും കേബിൾ ടി അസോസിയേഷന് വേണ്ടിയും കുടുംബശ്രീക്ക് വേണ്ടിയും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും ഹാർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനായിട്ടുള്ള നെന്മാറ MLA ശ്രീ K. ബാബു അവർകളാണ്. അദ്ദേഹം ഇവിടെ സന്നിധനായിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവ്വം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ വ്യത്യസ്ത സമയങ്ങളിലായിട്ട് നിരവധി പ്രമുഖർ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അതിൽ മുഖ്യാതിഥികളായിട്ട് പങ്കെടുക്കുന്ന ശ്രീ രാഹുൽ മാങ്കൂട്ടത്തെ കേരള വിഷന് വേണ്ടിയും കുടുംബശ്രീക്ക് വേണ്ടിയും ഹാർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് സ്വാഗതം ചെയ്യാനുള്ളത് ശ്രീ A. പ്രഭാകരൻ മലമ്പുഴ MLA ആണ്. അദ്ദേഹത്തെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നത് ശ്രീ PP സുമോദ് MLA ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ്. ശ്രീമതി ശാന്തകുമാരി MLA കൊങ്ങാട് MLA ആണ്. അവരെ കേരള വിഷന് വേണ്ടിയും കുടുംബശ്രീക്ക് വേണ്ടിയും ഹാർദ്രമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നത് ശ്രീ KD പ്രസന്നൻ ആലങ്കോട് MLA ആണ്. അദ്ദേഹത്തെയും കേരള വിഷന് വേണ്ടിയും കുടുംബശ്രീക്ക് വേണ്ടിയും ഹാർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. അഡ്വക്കേറ്റ് പ്രേംകുമാറാണ്. അദ്ദേഹം ഒറ്റപ്പാലം MLA ആണ്. അല്പസമയത്തിനും കൂടി എത്തിച്ചേരുന്ന അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും ഹാർദ്രമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ പ്രമീള ശശിധരൻ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ പാലക്കാട്, അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഹാർദ്രമായി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും കേരള വിഷന് വേണ്ടിയും കുടുംബശ്രീക്ക് വേണ്ടിയും സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് കേരള വിഷൻ്റെ ചെയർമാൻ ശ്രീ CB എൻ്റെ സുഹൃത്താണ്. അതുപോലെ തന്നെ കേരള വിഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ പ്രജീഷ് അച്ചാണ്ടി, കേരള വിഷൻ്റെ ഡയറക്ടർമാർ, പാലക്കാട് ജില്ലയുടെ COA ഭാരവാഹികളായിട്ടുള്ള പ്രസിഡന്റ് രാജശേഖരൻ, സെക്രട്ടറി സിദ്ദീഖ്, മറ്റു ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, കൂടാതെ ഈ വേദിയിൽ സന്നിധരായിട്ടുള്ള നിരവധി വരുന്ന കുടുംബശ്രീ പ്രവർത്തകർ, സഹോദരി സഹോദരന്മാർ, മാധ്യമപ്രവർത്തകർ, ബാക്കി എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ചടങ്ങിലേക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.